ഞാനിന്ന് പത്തനംതിട്ട വരെ പോകാൻ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഇയേഴ്സിലെ സ്റ്റുഡൻസുമായിട്ടാണ് പോകുന്നത്. ഫിഷറി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ ഒരു ഹാച്ചറി വിസിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളീ പോകുന്നത്. നമ്മുടെ പാക്കേജ് ഏൽപ്പിച്ചിരുന്നത് ട്രാവലിസ്റ്റ എന്ന് പറയുന്ന ഒരു പാക്കേജ് ടീമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇതിൻ്റെ ഓണർ. അവരുടെ ഗൾഫ് എയർ എന്ന് പറയുന്ന പുത്തൻ വണ്ടിക്കാണ് നമ്മൾ പോയത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 10 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കോളേജിൽ നിന്ന് വെളുപ്പിന് ഒരു 4-4:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാച്ചറി വിസിറ്റും കാര്യങ്ങളാണ് മെയിനെങ്കിലും നമ്മളെല്ലാവരും തന്നെ ഭയങ്കര ഒരു ട്രിപ്പ് മോഡിലായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മാരമൺ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് രാവിലത്തെ ഫുഡ് കഴിച്ചു. ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ റൂമിൽ ചെന്ന് ലഗേജൊക്കെ വെച്ച് നമ്മൾ നേരത്തെ ഹാച്ചറിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് കുളത്തിൽ ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ഇറങ്ങിയില്ല, കുറച്ച് പേരെ ഇറങ്ങിയുള്ളൂ. ഇറങ്ങി കുറച്ച് ഫിഷിനെയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു. സാങ്കി എൻ്റെ വീഡിയോയ്ക്ക് ഇൻട്രോ പറയുന്നതാണ് ഈ കാണുന്നത്. ഒരു വശത്ത് മീൻ പിടിക്കൽ, അപ്പുറത്ത് പൂ പറിക്കൽ. മീൻ പിടിക്കൽ, പൂ പറിക്കൽ. കൊള്ളാമല്ലേ എന്നെ കാണാനായിട്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഫൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ മീനുകളിൽ ഒരു ഹോർമോൺ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അവരുടെ ബ്രീഡിങ്ങിനെ നമ്മൾ എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന ഒരു പരിപാടി കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ഫിഷിനെ ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഇപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ചായ എന്നപ്പോഴേക്കും എനിക്ക് പിന്നെയും ചൂടെടുക്കും. അപ്പോൾ അപ്പുറത്തൊരു ബേക്കറി ഉണ്ടായി, നേരെ പോയി അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അങ്ങനെ തിരിച്ച് നമ്മുടെ സ്റ്റേയുടെ സ്ഥലത്തേക്ക് വന്നു. കുളിച്ച് ഫ്രഷായി അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നു. സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ കൂടി അവിടെ ഓടിച്ചിട്ട് കളിയും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഡോയൽ സൈനിങ് ഓഫ് വിത്ത് മൈ സൈക്കോ ഫ്രണ്ട് ശില്പ.